നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിരുന്ന എല്ലാ കുരിശുകൾക്കും എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, പിന്നെ എന്നാത്തിനാച്ചാ ഉടമ്പടി എടുക്കണതെന്ന്? അതിനൊരു ഉത്തരം എന്താ സംഭവം? അതിന് ഉത്തരം നമ്മുടെ സാക്ഷ്യങ്ങൾ തന്നെയാണ്. ജോമേഴ്സിക്ക് ഇടയ്ക്കൊരു പമ്പലുണ്ടാകാനുള്ള അവൾ ഇത്രയും തീക്ഷ്ണമായിട്ട്, ഞാൻ അവളെ വിമർശിക്കത്തില്ല. കാര്യം അവൾക്ക് 18 വയസ്സേ ഉള്ളൂ. 18 വയസ്സുള്ള ആളിന് ഇത്രയും വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആളെന്ത് ചെയ്തിരിക്കണത്? ആളെ ചോദിക്കുന്ന മര്യാദയുള്ള കാര്യമാണ്. എന്താണ്? അവൾക്ക് മെഡിക്കൽ കോളേജിൽ ഒരു നഴ്സിംഗ് സീറ്റ് കിട്ടണം, അത്രേ ഉള്ളൂ. അത് അവളുടെ പ്രായത്തിൽ അവൾ ആഗ്രഹിക്കേണ്ട കാര്യങ്ങളാണ്. അതിൻ്റെ അകത്ത് കുഴപ്പങ്ങളൊന്നുമില്ല. അതിന് അവൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താണ്? ബാംഗ്ലൂർ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ കന്നഡ പത്രം എടുത്തിട്ട് പോയിട്ടുണ്ട്. അവിടെ വിശ്വാസത്തെ അവൾ സാധൂകരിക്കുന്നുണ്ട്. ബാംഗ്ലൂരിൽ അവർ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അവൾക്ക് മനസ്സിലായി അവിടെ മലയാളം കൊടുത്തിട്ട് കാര്യമില്ല. ഇവിടെ വന്ന് കന്നഡ പത്രം തന്നെ മേടിച്ചുകൊണ്ട് പോയി അവിടെ എല്ലായിടത്തും പറഞ്ഞ് വിതരണം ചെയ്തിട്ടുണ്ട് ആൾ. കാര്യം എന്താ വെച്ചാൽ ആളിന് വിശ്വാസം വന്നത് എന്താണ്? ആളിന് വിശ്വാസം വരാൻ കാര്യം അമ്മ 2022 ഉടമ്പടി എടുത്താണ്. ഈ ജോമേശ്വര അമ്മ 2022 ഉടമ്പടി എടുത്ത ആളാണ്. അവർക്ക് 15 വർഷമായിട്ട് മൈഗ്രെയിനാണ്. എന്നിട്ട് ഈ കൊച്ച്, അവൾക്ക് 18 വയസ്സാണുള്ളത്. അപ്പോൾ അവളുടെ 3 വയസ്സിൽ മൈഗ്രെയിൻ തുടങ്ങിയതാണ്. അവൾക്കൊരു പ്രായമായി ഒരു 10 വയസ്സൊക്കെ ആയപ്പോൾ അമ്മ ഇങ്ങനെ മൈഗ്രെയിൻ വന്നിങ്ങനെ തലകുത്തി കിടക്കണം കാണാം വീട്ടിൽ. തല ഇങ്ങനെ പൊട്ടണ കാരണം അവൾ പറയണത്, ഞാൻ തന്നെയാണ് 6 തുകർത്ത് തലക്ക് അമ്മയ്ക്ക് വരിഞ്ഞ് വെക്കുമെന്ന്. 6 തുകർത്തെടുത്തിട്ട് അമ്മ ഇങ്ങനെ തലകുത്തി കിടക്കുന്ന കാരണം, ആ വേദന കൊണ്ട് പൊട്ടാൻ പോണ കാരണം ഈ തുകർത്തെടുത്ത് തലയ്ക്ക് ഇങ്ങനെ വരിഞ്ഞ് കെട്ടി വെക്കും. 6 തുകർത്ത്. അതാണ്. അത് ഉടമ്പടി എടുത്ത ഒറ്റ ദിവസം കൊണ്ട് ഈശോ അത് പൂർണ്ണമായി സുഖപ്പെടുത്തി. അത് കണ്ടപ്പോഴാണ് ജോ മേഴ്സി ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണത്. അമ്മയുടെ മൈഗ്രെയിൻ 15 വർഷമല്ലേ. അപ്പോൾ ഉടമ്പടിയിൽ ഈശോ പ്രവർത്തിക്കുന്നുണ്ട്. അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവൾ പറഞ്ഞത് നേഴ്സിംഗ് സീറ്റ് എനിക്ക് മെഡിക്കൽ കോളേജിൽ വേണമെന്ന് പറഞ്ഞത്. അപ്പം അതവൾക്ക് തോന്നി ചോദിക്കാൻ പറ്റുന്ന ഇടമാണ് അമ്മയോട് ചോദിക്കുക. അമ്മയെന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, മക്കൾക്ക് എന്തും ചോദിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് അമ്മയോടുണ്ട്. അതാണ് ഈ ആൾക്കാരെല്ലാം രക്ഷപ്പെടേണ്ട കാരണം. അത് എന്തും ചോദിക്കാം. നമുക്ക് ഏറ്റവും നല്ല ഒരു സ്വാതന്ത്ര്യമുള്ള ഇടമാണ് അമ്മ. അതുകൊണ്ടാണല്ലോ ഞാൻ എപ്പോഴും ഓർക്കുകയും, ആ കനായിലെ കല്യാണത്തിൽ അമ്മ ആ ഭവനത്തിൽ വരുമ്പോൾ അവിടെ ഒരു ഇല്ലായ്മ കാണുന്നിട്ട് അമ്മ ഉടനെ ആ ഇല്ലായ്മ, ആ ഒരു വിഷയം മുഴുവനും അത് ആ കുടുംബത്തിലേക്ക് യേശുവിനെ തേടിപ്പിടിക്കണ കണ്ടേ. കൂട്ടത്തിൽ നിന്ന് യേശുവിനെ തിരക്കിയെടുത്ത് തേടിപ്പിടിച്ച് ഈ വിഷയം അവിടെ അവതരിപ്പിക്കുന്നു. അമ്മ നമ്മൾ വിചാരിച്ചതിനേക്കാളും ഈ ജീവിത പ്രശ്നങ്ങളോട് പെട്ടെന്ന് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു. ആ കുടുംബത്തിൻ്റെ ആ വിഷയത്തെ സ്വന്തമായിട്ട് ഏറ്റെടുത്തിട്ട് യേശുവിനെ തേടിപ്പിടിച്ച് ആ വിഷയം യേശുവിനെ ഏൽപ്പിക്കുന്നതാണ്. അത് ഒരു വല്ലാത്തൊരു സംഭവമാണ്. കാനായിലെ കല്യാണത്തിൽ ഇത്രയും ഇന്ധനമുണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചത്. ഇത് ഡിഗ് ചെയ്യും തോറും നമുക്ക് ഖനികൾ, സ്വർണം ഇങ്ങനെ കുഴിച്ചെടുക്കണ പോലെയാണ് കാനായിലെ പ്രമേയം വരണത്. യേശുവിനെ തേടിപ്പിടിച്ചിട്ട് ഈ ലോകത്ത് അമ്മ ഉയർത്തുന്ന ശ്ലോകമുണ്ട്. എന്താണ് ശ്ലോകം? നിങ്ങൾക്ക് സങ്കടങ്ങളോ വേദനകളോ ഇല്ലായ്മകളോ വന്നാൽ റിസീവ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഗെറ്റ്സ് പാസിഫൈഡ്. അപ്പോൾ നിങ്ങൾക്ക് ലോകത്തിൽ ആശ്വാസം പ്രാപിക്കാൻ യേശുവേ ആണ് അതിൻ്റെ മാർഗമെന്നുള്ള ബാനർ, സ്ലോഗൻ ഉയർത്തുന്നത് അമ്മയാണ്.
ആദ്യമായിട്ടും യേശുവിനെ റിസീവ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഗെറ്റ് സേവ്ഡ് എന്നുള്ള വലിയ ശ്ലോകം പരിശുദ്ധ പ്രവർത്തനത്തിൻ്റെ എക്കാലത്തെ ആത്മരക്ഷയുടെയും ഭൗതിക ദൈവ സമാശ്വാസത്തിൻ്റെ സ്ലോഗൻ നടത്തണത്. യേശുവിനെ തേടിപ്പിടിക്കൂ, കുടുംബത്തെ രക്ഷിക്കൂ എന്ന് പറയുന്നത് ആരാണ്? അമ്മയാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അമ്മയുടെ വഴികൾ പിന്തുടർന്നുകൊണ്ട് ജീവിത പ്രതിസന്ധികളിലെ ക്രിസ്തുവിനെ കക്ഷിയാക്കാൻ ആവശ്യമായ ആധ്യാത്മിക പക്വതയിലേക്ക് ഞങ്ങളെ വളർത്തണമേ, ഉയർത്തണമേ. ശ്രുതികട ഹല്ലേലൂയ, പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ജീവിതം ഒരു പരുക്കമാറുന്ന അവസ്ഥയിൽ പോയാലും നിങ്ങൾ ഒരിക്കലും ദൈവത്തെ സംശയിക്കരുത്. സംശയിച്ച് പോയാൽ ഇടിച്ച വണ്ടി പോലെയാണത്. വാങ്ങിക്കാമെന്ന് സാധാരണ ആൾക്കാർക്കത് മനസ്സിലാകത്തില്ല, പക്ഷെ മെക്കാനിസം മനസ്സിലാകും. ഇതെവിടെയോ തട്ടിയിട്ടുണ്ടല്ലോ. ഇപ്പം നമ്മൾ വണ്ടി കച്ചവടത്തിന് നമ്മൾ ആൾക്കാർക്ക് വണ്ടി കൊടുക്കാൻ നേരത്തെ അവർ വണ്ടി എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ വരണത് ആരുമായിട്ടായിരിക്കും? മെക്കാനിസ്റ്റുമായിട്ടാണ് വരണത്. അവർ വണ്ടി തട്ടി പൊക്കിയൊക്കെ ബാറ്ററി പൊക്കി നോക്കി അവിടെയൊക്കെ നോക്കിയിട്ടും കുലുക്കി നോക്കും. അവർ വണ്ടി ഇങ്ങനെ ഇട്ട് ആട്ടി നോക്കും. ഇത് മെക്കാനിസ്റ്റ് പറയും എവിടെയോ ഒന്ന് തട്ടിയിട്ടുണ്ടല്ലോ എന്ന് പറയും. ഒന്നിടിച്ചിട്ടുണ്ട്. അപ്പം തന്നെ പോയി 10,000 രൂപ. അപ്പം തന്നെ പോയി. ഒന്നിടിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ 10,000 രൂപ പോയി. അതെന്താ പറഞ്ഞത്? ഒന്നിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത്രയും തന്നെ പറഞ്ഞിട്ടില്ല. മെക്കാനിസ്റ്റ് വന്നപ്പോഴാണ് പറയണത് ഒന്ന് ഇടിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഉടനെ എന്താ പറയും? അപ്പം തന്നെ 10,000 രൂപ പോയി. നിങ്ങളെ കണ്ടാൽ ഒന്നിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 10,000 രൂപ പോകും. വിശ്വാസത്തിൻ്റെ അകത്ത് ഡാമേജ് ഉണ്ടാക്കാതിരിക്കാൻ നോക്കണം. എപ്പോഴെങ്കിലും ഒരു വട്ടം സംശയിച്ചാൽ 10,000 രൂപ പോകും. അതാണ് വിഷയം. അതിപ്പോൾ ഈ ജോമേരിക്ക് സംഭവിച്ചിരിക്കുന്നത് അതാണ്. ജോമേരി വിശ്വാസത്തിൽ എല്ലാം ഓക്കെയാണ്. അവൾ പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞത് എൻ്റെ കോൺഫിഡൻസ് പോയെന്നാണ് പറഞ്ഞത്. മതി, വണ്ടി ഇടിച്ച് എൻ്റെ കോൺഫിഡൻസ് പോയി. അത് പ്രഖ്യാപിച്ചോള് എൻ്റെ കോൺഫിഡൻസ് പോയെന്ന്. ഒരിക്കൽ നമ്മൾ വിശ്വാസം വെക്കുമ്പോൾ നമ്മൾ വെക്കുന്ന വിഷയത്തിന് പുരോഗതി ഇല്ലെങ്കിൽ അത് ദൈവത്തിനിട്ട് പണി കൊടുക്കണ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വണ്ടി ഇടിച്ച പോലെയാവും. അയ്യോ, ഈ ആൾക്കാർക്കെല്ലാം പറ്റിക്കുന്ന അബദ്ധം അതാ. വിശ്വാസം കൊണ്ടുപോകുന്ന വിഷയവുമായിട്ട് ഘടിപ്പിക്കും. വിഷയമായിട്ടല്ല ഘടിപ്പിക്കണത്. വിശ്വാസത്തെ വീട്, ജോലി, വിവാഹം, പെൻഷൻ, പ്രോസസ്സ്, PR എന്നും പറഞ്ഞുകൊണ്ട് വിശ്വാസത്തെ അതുമായിട്ട് ഘടിപ്പിക്കും. എന്നിട്ട് അതിന് ഡാമേജ് ഉണ്ടാക്കുമ്പോൾ വിശ്വാസത്തിന് ഡാമേജ് ആകും. അപ്പോൾ എന്നാ പറയും? മെക്കാനിസം വന്ന് നോക്കുമ്പോൾ ഒന്ന് തട്ടിയിട്ടുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ നിൻ്റെ മൂല്യം പോയി. നിൻ്റെ മൂല്യം 10,000 രൂപ താഴെ പോയി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കുടുംബവുമായി വന്ന് സാക്ഷ്യം പറയുവാൻ അനുഗ്രഹിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജോയമ്മ.
ഞാൻ കൊമ്മാടിയിൽ നിന്ന് വരുന്നു. ആറാട്ടുവഴി സെൻറ്റ് ജോസഫ് ഇടവകാംഗമാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് ജോസ് കുട്ടി, ഇതെൻ്റെ മകൾ, എൻ്റെ ഇളയ മക്കളാണ് 2 പേരും, ആൽഫിയ, ആപ്നർ. 2023 ഓഗസ്റ്റ് മാസമാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അതിനു മുമ്പ് 2011 എൻ്റെ ഹസ്ബൻഡ് നേവിയിൽ നിന്ന് റിട്ടയർ ചെയ്തു. തുടർന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങളിരിക്കുമ്പോൾ എൻ്റെ അമ്മച്ചിയാണ് പറഞ്ഞത്, കലവൂര് ജോസഫ് എന്ന് പറയുന്ന ഒരച്ഛനുണ്ട്, ആ അച്ഛനെ പോയി കണ്ടാൽ നല്ലതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടി ജോസഫ് അച്ഛനെ കാണാനായിട്ട് അന്വേഷിച്ച് കലവൂരെത്തി. ഇവിടെ എത്തി. ഞങ്ങൾ കൃപാസനത്തെക്കുറിച്ചോ ജോസഫ് അച്ഛനെക്കുറിച്ചോ ഒന്നും നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവിടെ വന്നപ്പോഴേക്കും ഇവിടെ പണി 2011 ഇവിടെ ഫ്രണ്ടിൽ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്നൊരു ചേട്ടനോട് ഞങ്ങൾ ജോസഫ് അച്ഛനെ കാണാൻ വന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛനെ കാണണമെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടൊക്കെ വരണം, അച്ഛൻ ഇവിടെയില്ല, വലിയ കലവൂര് പള്ളിയിലാണ്, നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ പറ്റും, അവിടെ ചെന്ന് നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച് അവിടെ ചെന്ന് ഒരു റൂമിൻ്റെ കോളിംഗ് ബെല്ലടിച്ചു. അടിച്ചപ്പോഴേക്കും ഞങ്ങൾ പറഞ്ഞു ജോസഫ് അച്ഛനെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞു. അത് അച്ഛൻ തന്നെയായിരുന്നു. അങ്ങനെ ഹസ്ബൻഡ് അച്ഛനോട്, ഞങ്ങൾ നേവിയിൽ നിന്ന് റിട്ടയറായി, ജോലിയൊന്നുമില്ലാതെ നിൽക്കുകയാണ്, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അച്ഛൻ അങ്ങനെ ഞങ്ങളുടെ 2 ആളുടെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അത് എല്ലാം ശരിയാകും, പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് വിട്ടു. ആ മാസം തന്നെ ഹസ്ബൻഡിന് ജൂനിയർ എൻജിനീയറിനായിട്ട് മർച്ചൻ്റ് നേവിയിൽ ജോലി ലഭിച്ചു. അന്ന് മുതൽ മാതാവിൻ്റെ അനുഗ്രഹം ഞങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. അങ്ങനെ വളരെ സന്തോഷത്തോടെ ഞങ്ങളുടെ കുടുംബജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. 2020 കൊറോണ ടൈമിൽ ഹസ്ബൻഡിന് സെക്കൻഡ് എൻജിനീയറിൻ്റെ ഒരു 4 മാസത്തെ കോഴ്സ് ഉണ്ടായിരുന്നു. ആ കോഴ്സ് ചെയ്ത് വീട്ടിൽ നിന്ന് ഓൺലൈൻ കോഴ്സായിരുന്നു. ആ കോഴ്സ് ചെയ്തു. അതിൻ്റെ എക്സാം ഡേറ്റ് നീണ്ടുപോയിക്കൊണ്ടിരുന്നു. അങ്ങനെ നീണ്ടുപോയപ്പോഴേക്കും വീടിൻ്റെ ഓൾറെഡി നേവിയിലായിരുന്നപ്പോൾ നമ്മൾ ലോൺ എടുത്താണ് വീട് വാങ്ങിയിരുന്നത്. ആ സമയത്ത് നമുക്ക് മുകളിലേക്ക് റൂം എടുക്കാം. എനിക്ക് 4 മക്കളാണുള്ളത്. അപ്പം കുട്ടികൾക്ക് താമസിക്കാനൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ആ സമയത്ത് ഹസ്ബൻഡ് നാട്ടിലുണ്ടായിരുന്നതുകൊണ്ട് ലോൺ എടുക്കാൻ പറ്റി. അങ്ങനെ ലോൺ എടുത്ത് ഞങ്ങൾ എക്സ്റ്റൻഷൻ ചെയ്തു, മുകളിലേക്ക് ഫസ്റ്റ് ഫ്ലോർ എടുത്തു. അപ്പോൾ ഒരു വലിയ എമൗണ്ട് ഞങ്ങൾക്ക് ബാങ്കിൽ അടയ്ക്കേണ്ടി വന്നു. അതിനുശേഷം ഹസ്ബൻഡ് 15 മാസത്തോളം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. സ്വർണം പണയം വെച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത ബാങ്ക് ലോണും വീട്ടിലെ കാര്യങ്ങളും അതുപോലെ കുട്ടികളുടെ ഫീസ് അതൊക്കെ ഇങ്ങനെ നടന്നു. ഹസ്ബൻഡ് ജോലിക്ക് പോയി. എങ്കിലും ഞങ്ങൾക്ക് അത്യാവശ്യ കാര്യങ്ങൾക്കുള്ള പൈസ നമുക്ക് കിട്ടിയിരുന്നില്ല. ഈ ലോൺ അടയേണ്ടത് കൊണ്ട് നമ്മൾ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടോടെയാണ് കുറേ നാളുകൾ കടന്നുപോയത്. ഒത്തിരി വിഷമിച്ചു പോയ കുറേ കാലങ്ങളായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 2023 ആയപ്പോഴേക്കും എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി ഉടമ്പടി എടുക്കണം എന്ന്. അങ്ങനെ ഞാൻ ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. ആദ്യത്തെ നിയോഗം വെച്ചത് ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറ്റിത്തരണമെന്നായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുത്ത ആദ്യ മാസം തന്നെ ഹസ്ബൻഡിന് നല്ലൊരു കമ്പനിയിലേക്ക് കയറുകയും ഉയർന്ന പേയ്മെൻറ്റ് നൽകി ജോലി ലഭിച്ചു. അധികം താമസിക്കാതെ 1 മാസം ആ കമ്പനിയിൽ ജോലി ചെയ്തു, ആ ഷിപ്പിൽ ജോലി ചെയ്തു. ഉടൻ തന്നെ നെക്സ്റ്റ് മന്തായപ്പം ആ കമ്പനിയുടെ തന്നെ വേറൊരു ഷിപ്പിലേക്ക് ഹസ്ബൻഡിനെ മാറ്റി അവിടെ അതിനേക്കാളും ഉയർന്ന ശമ്പളത്തിൽ ജോലി ലഭിച്ചു. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ കുഞ്ഞിൻ്റെ രോഗസൗഖ്യമാണ്. കുഞ്ഞിൻ്റെ 2 കൈകളുടെ മടക്കുകളിലും നിറയെ കുരുക്കൾ വന്നിട്ട് കുഞ്ഞിന് അസ്വസ്ഥതയായിരുന്നു, ചൊറിച്ചിലും അസ്വസ്ഥതയും. ഞങ്ങൾ പൊടിയും ഓയിൽമെൻറ്റൊക്കെ പുരട്ടിയെങ്കിലും അതിൽ കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും മോന് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഉടമ്പടി തൈലം ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി മോൻ്റെ കയ്യിൽ പുരട്ടിയ ആദ്യത്തെ ദിവസം തന്നെ
അതിൽ നല്ല കുറവ് തോന്നി. അപ്പം തന്നെ മോൻ പറഞ്ഞു, അമ്മ എന്നെ മാറി, എനിക്ക് എൻ്റെ നന്നായിട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഒരു ദിവസം കൂടെ നമ്മളത് വിശ്വാസ പ്രമാണം ചൊല്ലി വിശുദ്ധ തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് സാധാരണ സ്കിന്ന് പോലെയായി, ഒരു പ്രശ്നവും ഇല്ലാതെ പൂർണ്ണമായിട്ടും സൗഖ്യപ്പെട്ടു. അതാണ് ഒരു സാക്ഷ്യം. പിന്നെ മോളുടെ സാക്ഷ്യമാണ് അത്. മോൾ കുഞ്ഞുനാളിൽ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ തന്നെ ഷൂ ഇടുമ്പോഴേക്കും മോൾക്ക് കാലിൽ ആണി രോഗമുണ്ടാവും, ഇങ്ങനെ വരുമായിരുന്നു. അതുകൊണ്ട് സ്കൂളിൽ പോകുമ്പോൾ ഷൂ ഇട്ടുകൊണ്ട് പോകുക മോൾക്ക് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമായിരുന്നു, വേദനയാണ്. അങ്ങനെ സ്കൂളിൽ ടീച്ചേഴ്സാണേലും കുട്ടികളാണേലും ഷൂ ഇടാതെ വരുമ്പോൾ ഇങ്ങനെ തിരക്കുന്നതൊക്കെ മോൾക്ക് മാനസികമായിട്ട് ഒരുപാട് മോൾ ബുദ്ധിമുട്ടിയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഞാനൊരു സാക്ഷ്യം കണ്ടു. അസംബ്ലിയിൽ ഷൂ ഇട്ടുകൊണ്ട് മോൾക്ക് ക്ലാസ്സിൽ പോകുമ്പം ഷൂ ഇടുന്നില്ലെങ്കിലും മോൾ അസംബ്ലിയിൽ പ്രയർ സോങ് പാടുന്നുണ്ട്. അപ്പോൾ അതിന് കയറുന്ന ദിവസങ്ങളിൽ മോൾക്ക് ഷൂ കമ്പൽസറിയാണ്. അങ്ങനെ ഇട്ടുകൊണ്ട് പോകുമ്പോഴേക്കും മോൾക്ക് കാലിൽ വേദന ഉണ്ടാകാറുണ്ട്. അങ്ങനെ 2023 ഓഗസ്റ്റിൽ ഞാൻ ഉടമ്പടി എടുത്തത്. ആ സമയത്ത് ഉടമ്പടി എടുത്തതിന് ശേഷം കുഞ്ഞിൻ്റെ ഒരു സാക്ഷ്യങ്ങൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബിൽ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു വട്ടം ഒരു ചേച്ചിയുടെ സാക്ഷ്യം കേൾക്കാനിടയായി. അതായത് അവരുടെ കാലിൽ ആണിരോഗം ഉണ്ടായിട്ട് അവർ ഒരുപാട് ബുദ്ധിമുട്ടി, വർഷങ്ങളായിട്ടുള്ള ആണിരോഗമാണ്. അവർ വിശുദ്ധ തിരി ഉരുക്കി ഒഴിച്ച് ആ ആണിയിലേക്ക് ഒഴിച്ചപ്പോൾ അത് അടർന്നു പോയി, അവർക്ക് സൗഖ്യം ലഭിച്ചു എന്നുള്ള ഒരു വലിയ സാക്ഷ്യം കണ്ടപ്പോൾ എനിക്ക് മോൾക്കും അതുപോലെ ചെയ്താൽ മാറുമെന്ന് ഞാൻ കരുതിയിട്ട് മോളുടെ കാല് ആ സമയത്ത് ശരിക്കും ഇങ്ങനെ പൊങ്ങി, ഇങ്ങനെ കണ്ടാൽ ഒരു പേടിക്കുന്ന പോലെ ഇരിക്കുന്ന ഒരു സമയത്ത് കുഞ്ഞുറങ്ങുമ്പോൾ മാത്രമേ ഞാൻ തൊടാറുള്ളൂ. അങ്ങനെ ഉറങ്ങിക്കിടന്നപ്പോൾ ഞാനിങ്ങനെ തിരിയൊക്കെ എടുത്തു വെച്ച് കത്തിച്ച് ഒഴിക്കാമെന്ന് കരുതിയിട്ട് എൻ്റെ മനസ്സിൽ പറ്റിയില്ല. കുഞ്ഞിന് നൊന്താലോ വേദനിച്ചാലോ എന്ന് ഞാൻ കരുതി. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ കുഞ്ഞിൻ്റെ കാലിൽ ഉരുക്കി ഒഴിക്കാൻ എനിക്ക് പറ്റില്ല, ഞാൻ എണ്ണ പുരട്ടി മാതാവിൻ്റെ തൈലം പുരട്ടി പ്രാർത്ഥിച്ചോളാമെന്ന് കരുതി പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ മാതാവിൻ്റെ തൈലം അവൾ ഉറങ്ങുന്ന സമയത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി 3 ആഴ്ചയോളം ഞാൻ ഇങ്ങനെ ചെയ്തു. ഇടയ്ക്ക് ഇവള് അസംബ്ലിയിൽ കയറുമ്പോൾ ഷൂ ഇടുന്നത് കൊണ്ട് വീണ്ടും അത് വരും, വീണ്ടും അത് പൂർണ്ണമായിട്ടും മാറും. അങ്ങനെ ഒരു 3-4 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അത് പൂർണ്ണമായിട്ടും മാറി. പിന്നെ അത് എപ്പോഴാണ് വന്നിട്ടേ ഇല്ല. പിന്നെ അടുത്ത വർഷമായി 2 വർഷമായിട്ട് കുഞ്ഞ് ഷൂ ഉപയോഗിച്ച് തന്നെയാണ് സ്കൂളിൽ പോകുന്നത്. പിന്നെ നമ്മൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ബുദ്ധിമുട്ട് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ അത് പൂർണ്ണമായും സൗഖ്യപ്പെട്ടു. ഹസ്ബൻഡിൻ്റെ ഒരു എക്സാം, ഒരു സെക്കൻഡ് എഞ്ചിനീയറിൻ്റെ എക്സാം പാസ്സാകുന്നതിൻ്റെ ഒരു സാക്ഷ്യമുണ്ട്, അത് ഹസ്ബൻഡ് പറയും. ഈ കൊറോണ സമയത്ത് ഞാനൊരു കോഴ്സ് ചെയ്തല്ലോ, ഈ 4 മാസം. അതിൻ്റെ റിട്ടേൺ എക്സാം ഞാൻ 2 അറ്റംപ്റ്റിലാണ് പാസ്സാകാൻ പറ്റിയത്. അത് കഴിഞ്ഞിട്ട് ഇത് ഉടമ്പടി പുതുക്കിയപ്പോഴത്തേക്ക് ഓറൽ എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകണമെന്നും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിയോഗം വെച്ചിരുന്നു വൈഫ്. അപ്പം ഞാൻ നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് നല്ലപോലെ പ്രാർത്ഥിച്ച് ഫസ്റ്റ് അറ്റംപ്റ്റ് കൊടുത്തു. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ നല്ല ഈസി ആയിരുന്നു. പക്ഷേ എനിക്ക് 3 പേപ്പർ മാത്രമേ കിട്ടിയുള്ളൂ, ഒരെണ്ണം കിട്ടിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ എക്സാം ബുക്ക് ചെയ്ത് ഞാൻ ഷിപ്പിൽ ജോയിൻ ചെയ്ത് 1 മാസത്തേക്ക് ജോയിൻ ചെയ്ത്. അപ്പം കറക്റ്റ് ഡേറ്റ് ആകുമ്പോഴത്തേക്ക് എക്സാമിന് വിടാമെന്നുള്ള ഒരു കണ്ടീഷനിൽ ജോയിൻ ചെയ്ത് കറക്റ്റ് ഡേറ്റ് ആയപ്പോൾ എന്നെ എക്സാമിന് വിട്ട് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ ചെന്നപ്പം, അപ്പോൾ ആദ്യം ഞാൻ അറ്റൻഡ് ചെയ്തപ്പോഴും അപ്പോൾ ഓൺലൈൻ അറ്റൻഡ് ചെയ്തപ്പം എന്നെ ഗൈഡ് ചെയ്തതിൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞൊന്നും ഇട്ടില്ലായിരുന്നു, നമ്മൾ എക്സാമിന് പോകുമ്പോഴത്തേക്ക് ടൈ ഒക്കെ കെട്ടി ആണ് ചെല്ലേണ്ടതെന്ന്. അപ്പം ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് അവിടുത്തെ എക്സാമിനർ എന്നോടൊന്നും ചോദിച്ചില്ല എന്താ ടൈ കെട്ടാത്തോ, അവരൊന്നും ചോദിച്ചില്ല. അപ്പം ആ ഒരു ഇതിൽ തന്നെ ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റ് ചെയ്യുമ്പോഴും ടൈ ഒന്നും കെട്ടാതാണ് അറ്റംപ്റ്റ് ചെയ്തത്. ഓൺലൈൻ എക്സാമാണ്. അപ്പോൾ ആ അതിൽ വന്ന ഒരു എക്സാമിനർ എന്നെ ഭയങ്കരമായിട്ട് അങ്ങ് ഫയർ ചെയ്ത്. അത് കേട്ട് കഴിഞ്ഞപ്പം ഞാനൊരു 0 ആയി മാറി. ഞാൻ പഠിച്ചതും എല്ലാം മറന്നുപോയി, എനിക്കൊന്നും അറിയത്തില്ല. അത് എക്സാമിൽ എന്തൊക്കെ എന്നോട് ചോദിച്ചെന്ന് എനിക്കറിയത്തില്ല, ഞാൻ എന്തെന്ന് പറഞ്ഞെന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ എക്സാം ഒരു 1/2 മണിക്കൂർ കാണും, ഒരു 10-20 ക്വസ്റ്റ്യൻ ചോദിക്കും.
അരമണിക്കൂർ ഞാനിങ്ങനെ വെറും ബ്ലൈൻഡായിട്ട് എന്തൊക്കെയോ ആ ഒരു സമയം എനിക്ക് ഓർമ്മയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓൺലൈനിൽ നിന്ന് അവർ പറയും ക്വിറ്റ് ആകാൻ പറയും, എക്സിറ്റ് ആകാൻ പറയും. അത് കഴിഞ്ഞ് ഒരു 5 minutes കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാൻ പറയും. അപ്പം ആ സമയത്ത് ഈ എക്സാമിനേഴ്സ് ഡിസൈഡ് ചെയ്യും ഇവനെ പാസ്സാക്കണോ വേണ്ടയോ എന്ന്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ 5 മിനിറ്റ് അപ്പം ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു പ്രതീക്ഷയൊന്നുമില്ല, ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ക്വസ്റ്റ്യൻ പോലും ഞാൻ ഓർക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിലെല്ലാവരും മുട്ടുമേന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ ഉടമ്പടിയുടെ കാശുരൂപം എൻ്റെ കയ്യിലാണ്. ഞാൻ ആ കാശുരൂപത്തെ ഇങ്ങനെ മുറിവ് പിടിച്ചിട്ട് പറഞ്ഞു, മാതാവേ നാണം കെടുത്തരുതെന്ന് പറഞ്ഞു. ഈ നാണം കെടുത്തരുതെന്ന് പറഞ്ഞത് ആരുടെ മുന്നിലാന്ന് ഇന്നും എനിക്ക് ഓർമ്മയില്ല. അത് കഴിഞ്ഞ് ഞാൻ ജോയിൻ മറ്റേ അവർ റീജോയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അതിൽ. അപ്പം സാധാരണ എന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റിൽ അവർ റീജോയിനിങ് നമ്മളെ നമ്മുടെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് ഫെയിലാണോ അതോ പാസ്സാണോ എന്ന് അവർ പറയും. പക്ഷേ ഞാൻ അത് കഴിഞ്ഞിട്ടാണ് അവർ നെക്സ്റ്റ് ആളുടെ എക്സാമിലേക്ക് പോകത്തുള്ളൂ. പക്ഷേ എൻ്റെ കേസിൽ വന്നപ്പോഴത്തേക്ക് അവർ നെക്സ്റ്റ് ആളിൻ്റെ എക്സാം എടുത്തതാണോ നമുക്കറിയാൻ പറ്റത്തില്ല. പക്ഷേ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എനിക്ക് ജോയിനിങ് തന്നത്. അപ്പം അവർ ജോയിനിങ് തന്നിട്ട് എന്നോട് പറഞ്ഞ് നീ പാസ്സായെന്ന് പറഞ്ഞു. അപ്പം പാസ്സായെന്ന് പറഞ്ഞപ്പം ദൈവം എന്നെ കാണിച്ചു തരുമായിരുന്നു, നിൻ്റെ കഴിവുകൊണ്ടല്ല, ഇതൊക്കെ എൻ്റെ ദാനമാണ്. ഇങ്ങനെയൊക്കെ എന്നെ നടത്തുന്ന ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് അൽഫിയ, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ സ്കൂളിൽ പാട്ട് കോമ്പറ്റീഷനൊക്കെ പാടാറുണ്ട്. പക്ഷേ എനിക്ക് ഇതുവരെയായിട്ടും ഫസ്റ്റൊന്നും കിട്ടിയിട്ടില്ല. അമ്മച്ചി ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഉടമ്പടി കാശുരൂപവും ഉപ്പും ഒക്കെ ആയിട്ട് ഇൻ്റർ സ്കൂൾ 10-15 സ്കൂളുള്ള സിംഗിങ് കോമ്പറ്റീഷന് പോയി. അവിടെ എനിക്ക് ഫസ്റ്റ് കിട്ടുകയും 2 വർഷം അടുപ്പിച്ച് എനിക്ക് ഫസ്റ്റ് കിട്ടി. അതുപോലെ തന്നെ എനിക്ക് ഫൊറോനയിൽ ആദ്യമായിട്ട് ഫസ്റ്റ് കിട്ടി. അതുപോലെ തന്നെ അതിരൂപതയിൽ പോകാനുള്ളൊരവസരവും കിട്ടി. അതിരൂപതയിൽ എനിക്ക് 3rd കിട്ടുകയും ചെയ്തു. എൻ്റെ അനിയനും പാട്ട് പാടും. അവന് ഈ വർഷം ഫൊറോനയിൽ ഫസ്റ്റ് കിട്ടുകയും അതിരൂപതയിൽ 2nd കിട്ടുകയും ചെയ്തു. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3ൽ എനിക്ക് സെലക്ഷൻ കിട്ടിയിരുന്നു. 1000 കുട്ടികളിൽ നിന്നും 37 പേര് വരെയുള്ളതിനകത്ത് ഞാൻ സെലക്റ്റായി. ഇപ്പോൾ ഞാൻ വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3ലെ ഒരു കണ്ടസ്റ്റൻ്റാണ്. ഇനിയും ഈശോയും പരിശുദ്ധമ്മയും എനിക്ക് 1000 അനുഗ്രഹം തരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതിന് ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും 1000 നന്ദി. കാരുണ്യ പ്രവർത്തികളായിട്ട് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്നോട് ആര് സഹായം ചോദിച്ചാലും കഴിയാവുന്ന രീതിയിൽ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ പാവപ്പെട്ടവർക്ക് തുണി ഒക്കെ ചോദിച്ചു വരുന്നവർക്ക് തുണികൾ നൽകാറുണ്ട്. ശാന്തി ഭവനിൽ നമ്മൾ വസ്ത്രങ്ങൾ കൊടുക്കാറുണ്ട്. അതുപോലെ കഴിഞ്ഞ ഡിസംബർ 11 എൻ്റെയും മോൻ്റെയും ബർത്ത്ഡേ ആയിരുന്നു. അന്ന് ഞങ്ങൾ അവരോടൊപ്പം കേക്ക് കട്ട് ചെയ്യുകയും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തു. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഹസ്ബൻഡ് നാട്ടിലുള്ള സമയത്ത് നമ്മളിവിടെ വന്ന് 3 കെട്ട് പത്രം വാങ്ങുകയും ദൂരെ ഓരോ സ്ഥലങ്ങളിൽ ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പരിചയമില്ലാത്ത ഓരോ സ്ഥലങ്ങളിൽ പോയി ഓരോ വീടുകൾ തോറും കയറി ഇറങ്ങി കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ അടുത്തുള്ള അക്രൈസ്തവരായിട്ടുള്ള ആളുകൾക്ക് ഞാൻ പത്രം വാങ്ങി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഉടമ്പടി ധ്യാനം എല്ലാം ഓൺലൈനായിട്ട് കൂടാറുണ്ട്. സാക്ഷ്യങ്ങൾ ഡെയിലി പണ്ടൊന്നും ഞാനൊന്നും അങ്ങനെ അധികം കേൾക്കില്ലായിരുന്നു. ഇപ്പോൾ കണ്ടിന്യൂ ആയിട്ട് 6-7 സാക്ഷ്യങ്ങളൊക്കെ വെച്ച് ചെയ്യും. അതുപോലെ പണിയൊക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലും, അല്ലെ പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന, അതുപോലെ മനസ്താവ പ്രകരണം, അങ്ങനെ എപ്പോഴും എന്തെങ്കിലും പ്രാർത്ഥനകളിങ്ങനെ ചൊല്ലിക്കൊണ്ട് ഓരോ പണികൾ വീട്ടിലൊറ്റയ്ക്കാകുമ്പോൾ ചെയ്യുന്ന പണികളിലെല്ലാം പ്രാർത്ഥനകൾ ചെയ്യാനായിട്ടൊക്കെ ഉള്ള അനുഗ്രഹം കിട്ടിയത് പ്രാർത്ഥനയോട് കൂടിയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എപ്പോഴും ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് ഉള്ളിൽ വരുന്നത്.
അങ്ങനെ വരെ ഒരവസരം ഉണ്ടായത് തന്നെ ഈ ഉടമ്പടിയിലായതിനു കൊണ്ട് മാത്രമാണ്. അതുപോലെ ബൈബിൾ വായന രാവിലെയും ആദ്യം ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ രാവിലെ വൈകിട്ടും കറക്റ്റായിട്ട് വായിക്കുമായിരുന്നു. ഇടയ്ക്ക് ഉടമ്പടിയിൽ ഉഴപ്പി ബൈബിൾ വായന ഇടയ്ക്ക് നിർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അത് കുറവ് നികത്താൻ വേണ്ടി വായിക്കും. അല്ലെങ്കിൽ ഞാൻ ഓഡിയോ പണി ചെയ്യുന്ന സമയത്ത് ഓഡിയോ ഇടും, ബൈബിൾ ഉറക്കെ ഇട്ടിട്ട് ഞാൻ എൻ്റെ പണികൾ ചെയ്യും. അങ്ങനെയൊക്കെ എപ്പോഴും ദൈവവചനം കേൾക്കുക, അങ്ങനെ കൂടുതൽ സമയം ഞാൻ കണ്ടെത്താൻ തുടങ്ങിയത് ഉടമ്പടിയിലായതിനു ശേഷമാണ്. അങ്ങനെ ആത്മീയമായിട്ട് ഉയർന്നത് ഈ ഉടമ്പടി ജീവിതത്തിലാണ്. ഇനിയും അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഇതിലും കൂടുതൽ മാതാവിനും ഈശോയിലും ജീവിതം അർപ്പിച്ചുകൊണ്ട് ജീവിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇനിയും തമ്പുരാൻ്റെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു.